വയനാട് തുരങ്കപാത നിർമ്മാണ സ്ഥലത്തിന് സമീപത്ത് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. മീനാക്ഷി പാലത്തിന് സമീപമാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. തുടക്കം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ചൂരൽമല ഭാഗത്തെ മെമ്പർ സഹദാണ് എന്നോടൊപ്പം ഉള്ളത്. സഹദിന്റെ വിഷ്വൽ ഞാൻ കണ്ടിരുന്നു, ആളെ എടുത്തോണ്ട് വരുന്നത്. എന്താ സംഭവിച്ചത്, എപ്പോഴെത്തിയത്? രാവിലെ മുതൽ ഈ ചൂരമല ഭാഗത്തുണ്ട്. ചൂരമല ഒന്നും രണ്ട് പ്രയാസമുണ്ട്. അവിടെ പോയി തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരുപാട് തൊഴിലാളികൾ അതിനകത്ത് അകപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് തൊഴിലാളികളുണ്ട്, അതിനകത്തുണ്ട്. പക്ഷെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് പെട്ടെന്ന് പൊട്ടിയത്. അതിനകത്ത് ഞാൻ പോകുന്ന സമയത്ത് അവിടെ മേലെ ചളിവെള്ളം വരുന്നുണ്ട്. ആ ചളിവെള്ളം തിരിച്ച് മാറ്റി ഒഴുക്കി വിടാൻ വേണ്ടി 3 ഇറ്റാച്ചിയും ഒരു 10ഓളം തൊഴിലാളികളും ആ പരിസരത്ത് ഞാൻ നേരിട്ട് കണ്ടാണ്. നമുക്കിപ്പോൾ 2019 തൊട്ട് ഈ ഭാഗത്തെ മഴ, അതിതീവ്ര മഴ പെയ്യുന്ന ഒരു സ്ഥലം. അതിന്റെ എന്തെങ്കിലും ഒരു മുൻകരുതൽ നിർമ്മാണ കമ്പനിയോ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനൊക്കെ സ്വീകരിച്ചിരുന്നോ? ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു മഴ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതല്ലേ? ഇന്ന് രാവിലെ മുതൽ അവിടുത്തെ വാർഡ് മെമ്പർ നിലയ്ക്ക് ജിതിനോട് വിളിച്ച് പറഞ്ഞായിരുന്നു, സേഫ്റ്റി ആക്കണം, ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചത് ഈ മണ്ണ് മാറ്റിയിട്ട ഭാഗം ഉണ്ടല്ലോ, മണ്ണൊഴുകി വരും, അതാണ് പ്രതീക്ഷിച്ചത്. ഈ ഇടിച്ചിൽ ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ട സേഫ്റ്റി ചെയ്തിരുന്നു ആ ഭാഗം. ഇതിപ്പോ ഇന്നലെ ഏതാണ്ട് അതിതീവ്ര മഴ 220 മില്ലിമീറ്റർ ഒക്കെ ഈ ഭാഗത്ത് പെയ്തു എന്നാ പറയുന്നത്. ഇന്നലെ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഭാഗത്തുള്ള ആളുകൾ മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അപ്രതീക്ഷിതമല്ലൊരു ഇതായി പോയി. പക്ഷേ ഈ പാലം അപകടത്തിലാണ്. അപ്പോൾ അടിയന്തരമായിട്ട് പാലത്തിന് ചൂരൽമല ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു എമർജൻസി, മെഡിക്കൽ എമർജൻസി ഒക്കെ ആളുകൾക്ക് ഉണ്ടായി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല, വിട്ടുകിടക്കാണ്. അവിടെയുള്ള ആൾക്കാർ അവിടെയും വിട്ടുകിടന്നു, ഇപ്പത്തുള്ള ആൾക്കാർ ഇവിടെയും വിട്ടുകിടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി യാതൊരു മാർഗ്ഗവും. ചൂരൽമല ഭാഗത്തേക്കുള്ള കണക്ടിവിറ്റി പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. അവിടെ ജനങ്ങളുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായാൽ പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയില്ല. മറ്റൊന്ന് ദിലീപ് ബിൽഡ് കോൺ എന്നൊരു കമ്പനിയാണ് ഈ പ്രവൃത്തി നടത്തുന്നത്. അവരുടെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അവരിൽ കൂടുതലുമായി ഉള്ളത്. ഒരു 16 പേരെങ്കിലും മിസ്സിംഗ് ഉണ്ട് എന്നാണ് കമ്പനി അധികൃതർ ഇപ്പോൾ പറയുന്നത്. കൂടുതൽ ഹിറ്റാച്ചിയും JCBയും ആവശ്യമുണ്ട് എന്നുള്ള വിവരം കൂടി അധികൃതർ അറിയിക്കുന്നുണ്ട്. വലിയ രീതിയിൽ മണ്ണ് മൂടിയിരിക്കുന്നു. പാലം തന്നെ അപകടാവസ്ഥയിലാണ്. ഈ ഒരു ഒറ്റ റോഡാണ് ഈ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉള്ളിലുള്ള ആളുകളെ സംബന്ധിച്ച് പുറത്തേക്ക് എത്തുക, അതുപോലെ കുട്ടികൾ മേപ്പാടി വെള്ളാർമല സ്കൂളുകളിലേക്ക് കുട്ടികൾ മേപ്പാടി ടൗണിലാണ് പഠിക്കുന്നത്. അവരുടെ രക്ഷിതാക്കൾ മറുവശത്താണ്. അങ്ങോട്ട് ഇനി എത്തിപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അധ്യാപകരടക്കം ആശങ്കയിലുണ്ട്. ഒരു അംഗനവാടി ഒറ്റപ്പെട്ടിട്ടുണ്ട്, അവിടെ ടീച്ചറും കുട്ടികളുമുണ്ട്. അത്തരത്തിലുള്ള നിരവധി ആശങ്കകളാണ് ജനപ്രതിനിധികൾ പങ്കുവെക്കുന്നത്.